വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലം വീഡിയോസൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഓടിക്കുന്ന R1 S1000 എന്ന് പറയുന്നുള്ള ബ്രാൻഡ് ന്യൂ ഹയാബൂസയാണ്. ലാസ്റ്റ് റൈഡ് പോയപ്പോൾ DJI Osmo Action 5 Pro വെച്ച് വ്ളോഗ് ചെയ്യാൻ നോക്കി, ബട്ട് സൗണ്ട് വന്നില്ല. സോ വി ആർ ബാക്ക് ടു GoPro Hero 30. സൺഡേ മോർണിംഗ് ഫ്രണ്ട്സൊക്കെ കൂടി റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ്. എവിടെ എക്സാക്ട്ലി പോകുന്നത് എനിക്കറിയില്ല, എന്തോ വൈശാലി എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഫ്രണ്ടിൽ പോയി, ഞാൻ പുറകിലിങ്ങനെ ചില്ല് ചെയ്ത് പോവാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ലാസ്റ്റ് ഇയർ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. R1 S1000 സെയിലാക്കി. രാവിലെ 6:30 ആയപ്പോൾ തന്നെ നൈറ്റ് റോഡിൽ ആവശ്യത്തിന് ട്രാഫിക് ഉണ്ട്. എന്തായാലും വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരായിട്ട് കാലം കുറേയായി. ഇപ്രാവശ്യമെങ്കിലും സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നൈസ് റോഡിലെ റോഡ്സ് ഇപ്പം അത്ര ലെവൽഡ് ഒന്നല്ല. മെയിൻലി കാറിനും ട്രക്കിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ സൂപ്പർ സ്പോട്ടിലൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ അണിവർ റോഡ്സ് ഫീൽ ആവും. ഇപ്പോൾ ബൂസ്റ്റ് ആയതുകൊണ്ട് സസ്പെൻഷൻ കുറച്ചും കൂടി സോഫ്റ്റാണ്, അത്ര ഹാർഡല്ല. അത് കാരണം കുറച്ചും കൂടി കംഫർട്ട് ഉണ്ട് ഓടിക്കാൻ. ഞാൻ എന്തുകൊണ്ട് ബൂസ്റ്റ് എടുത്തു എന്നില്ല എല്ലാവർക്കും ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. ഇത്രയും കാലം സൂപ്പർ സ്പോട്ട് ഓടിച്ച് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. എന്തായാലും ഓരോ ടോപ്പിക്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാം. ആക്സിഡൻറ്റ് എങ്ങനെ സംഭവിച്ചു, S1000 എന്തുകൊണ്ട് S1000 R1 കൊടുത്തു, ബൂസ കർണാടകയിൽ ഇപ്പോൾ ഓൺ റോഡ് വരുന്നത് 21,30,000 അറൗണ്ടാണ്. ഇത്രയും കാലം സൂപ്പർ ബൈക്സ് അല്ല യൂസ്ഡാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഇപ്രാവശ്യം എന്തായാലും ഒന്ന് മാറ്റി ഫ്രഷ് വണ്ടികൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ZX4R നമ്മൾ ആക്ച്വലി ഒരു പുതിയ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്ത്യയിൽ നോക്കുമ്പോൾ ഒരു ലിറ്റർ ക്ലാസ് ഓപ്ഷൻസ് വളരെ കുറവാണ്. 10R, S1000RR, പിന്നെ ഡുക്കാട്ടി V4 ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് സൂപ്പർ സ്പോർട്ട് കാറ്റഗറി. പിന്നെ സ്പോർട്സ് ടൂറിങ് അല്ലെങ്കിൽ ഹൈപ്പർ ടൂറിങ് നോക്കുവാണെങ്കിൽ അവിടെ ഹയാബൂസ ഉണ്ട്. 14R ഒക്കെ ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പണ്ട് തൊട്ടേ R1 ഒരു ഡ്രീമില്ല പോലെ ഹയാബൂസയും ഏതൊരു കുട്ടിയുടെയും ബൈക്കേഴ്സിൻ്റെയും ഡ്രീമാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒരു ഫ്രഷ് ഹയാബൂസ എടുത്ത് ബിൽഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പ്രീവിയസ്ലി എടുത്ത വണ്ടികളൊക്കെ ഓൾറെഡി കുറേ ആക്സസറീസും എല്ലാം അതിലുണ്ടാവും. ഒരു ഫ്രഷ് വണ്ടി എടുത്ത് അത് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സുഖമാണ്. കേരളത്തിൽ
കുറച്ച് പാടാണ് കർണാടകയിൽ. ഇപ്പം കുറച്ച് ചെക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ കമ്പാരിറ്റീവ്ലി MVD സീൻസൊക്കെ കുറവാണ്. എന്തായാലും ഇനി തൊട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും. ഒന്നാമതിപ്പം ടൈം അധികം കിട്ടാറില്ല. ആകെ 400 കിലോമീറ്റേഴ്സ് ആയുള്ളൂ ഫസ്റ്റ് സർവീസ് ചെയ്യാനുണ്ടത്ര. ഇവിടെ ഇതാ വേറൊരു Gen 3 ബൂസ ഉണ്ട്. ഫുള്ളി എക്സോസ്റ്റ് ഒക്കെ മാറ്റി ട്യൂൺ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഫുള്ളി ടെയിലും എക്സോസ്റ്റ് ഒക്കെ മാറ്റി സിംഗിൾ അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് വെച്ചിരിക്കുന്നത്. ബാക്ക് വ്യൂ കാണാൻ എങ്ങനെയുണ്ടെന്ന് പറയാം. ഫ്രണ്ടിലെല്ലാം ഒരു ഡാൻസ് കളിക്കുക. നമ്മുടെ ഹെലികോപ്റ്ററിനാറിൽ ഇൻസ്റ്റാ 360 ഒക്കെ വെച്ചിട്ടുണ്ട്. X3 ആണെന്ന് തോന്നുന്നു, X4 ഫ്രണ്ടിൽ പോകുന്നത് 2007 മോഡൽ R1 ആണ്. ബ്ലാക്ക് കളർ. എനിക്ക് പ്രീവിയസ്ലി യൂസ് ചെയ്ത വണ്ടിയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഇഷ്യൂ ഫീലായത്, അനലോഗ് മീറ്റേഴ്സ് കാണാൻ അടിപൊളിയാണ്, നമുക്കൊരു ക്ലാസിയ ഫീലാണ്, ഒരു വിൻറ്റേജ്. പക്ഷെ അതിൽ സ്പീഡ് കണ്ട് മനസ്സിലാക്കൽ എനിക്ക് കുറച്ച് ടൈം എടുക്കുന്നത്. മറ്റേതാകുമ്പോൾ ജസ്റ്റ് എഴുതി കാണിക്കും 120 200 എന്നൊക്കെ. ഇതിൽ നമ്മൾ ഇതിൽ നോക്കി കണ്ടുപിടിക്കണം സ്പീഡ്. ഇത് നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ 10R, നമ്മുടെ പഴയ മോഡൽ. ഐ തിങ്ക് 2014 or 15 ആയിരിക്കും. നമ്മുടെ ഫ്രണ്ട് ഇമാനുവൽ RS457 വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡെലിവറി വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടായിരുന്നു. RS34 അല്ല, സോറി, RS457 ഇഷ്ടംപോലെ എഞ്ചിൻ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. പുള്ളിക്ക് ഇതുവരെ ഇഷ്യൂസ് ഒന്നും കാര്യമായിട്ടുമില്ല. വേറൊരു Z900. എന്തായാലും നമ്മൾ ഇലക്ട്രോണിക് നൈസ് ടോൾ കഴിഞ്ഞ് നിർത്തുമായിരിക്കും. അപ്പം ലൈനപ്പ് കാണിക്കാം. സോ ഗൈസ്, ഇതാണ് ബ്രാൻഡ് ന്യൂ Gen 3 ബൂസ. എന്തായാലും അങ്ങോട്ട് പോയി നിർത്തുമ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം.